കുറച്ചു കാലം മുന്നേയും നമ്മുടെ ചാനലിനകത്ത് ഒരു അച്ഛൻ സ്വാമിയുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു ക്രൈം സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: യുവതികളുടെ സ്വകാര്യ ഭാഗത്ത് നാണയം വെച്ച് പൂജ, അച്ഛൻ സ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടാണ് നമ്മളന്ന് ആ വീഡിയോ ചെയ്തിരുന്നത്. സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ തമിഴ്നാട്ടിൽ ഇതേപോലെ ഒരു കേസ് ഉണ്ടായി. അത് ഒരു സ്വാമിയൊന്നുമല്ല, ഒരു അമ്പലത്തിലെ പൂജാരി. ആ അമ്പലത്തിലെ പൂജാരിയുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു യുവതി, ഒരു ഭാര്യയാണ്. ആ യുവതിയെ ഈ പൂജാരി കുറച്ച് പൂജകളുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു നിരന്തരമായിട്ട്. പിന്നീട് ഈ ഒരു പൂജാരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസ് ആയിരുന്നില്ലത്. ഇവരുടെ ഭർത്താവ് ഈ കാര്യങ്ങൾ അറിയുകയും ഭർത്താവ് ഇവരെ ഫോളോ ചെയ്തു പോവുകയും ഇവരുടെ ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഫോണിൽ പകർത്തിയെടുത്തു. പക്ഷേ പിന്നീട് ലാസ്റ്റ് സംഭവിച്ചത് ഈ യുവതി ഈ പൂജാരിക്കെതിരായിട്ടും ഭർത്താവിനെതിരായിട്ടും പോലീസിൽ ഒരു പരാതി കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു കേസന്വേഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കേസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക, വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. 2025 ജൂലൈ 7 തീയതി രാവിലെ 9 മണി സമയം ചെന്നൈയിലെ പള്ളിക്കരണ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി പരാതിയുമായിട്ട് വരികയാണ്. ആ യുവതിയുടെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്: തൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയുടെ പേര് അശോക ഭാരതി എന്നാണ്. ഈ അശോക ഭാരതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ അമ്പലത്തിൽ പോയിട്ട് തൻ്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും ഭർത്താവുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഈ പൂജാരിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പൂജാരി കുറച്ച് വഴിപാടുകളും പൂജകളൊക്കെ തന്നോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ പിന്നീട് അയാൾ എൻ്റെ നെഗറ്റീവ് എനർജി, തൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. മാത്രമല്ല ഈ കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് പിന്നീട് അറിയുകയുണ്ടായി. തൻ്റെ ഭർത്താവ് താനും ആ പൂജാരിയുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് മൊബൈലിൽ പകർത്തി ഞങ്ങളെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയെന്ന് മാത്രമല്ല സ്ത്രീധനം ആവശ്യപ്പെടുകയും 10 ലക്ഷം രൂപ ഈ വീഡിയോ വീട്ടുകാരെയും ഈ പൂജാരിയുടെ വീട്ടുകാരെയും ഭാര്യയും മക്കളെയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഗതികെട്ടാണ് താൻ ഇങ്ങനൊരു പരാതിയുമായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തനിക്ക് നീതി വാങ്ങിച്ചു തരണം എന്നാണ് ആ സ്ത്രീ പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഈ പരാതി പോലീസ് വായിച്ച സമയത്ത് പോലീസിന് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ തോന്നി. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, ഇതിനകത്ത് ആരാണ് തെറ്റുകാരി അല്ലെങ്കിൽ ആരാണ് തെറ്റുകാരനെന്ന് നമുക്ക് പറയാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പരാതി നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പരാതി കൊടുത്ത സ്ത്രീ അവർ ഏറ്റവും അധികം പറയുന്ന കാര്യം അശോക ഭാരതി എന്ന് പറയുന്നൊരു പൂജാരി തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പൂജാരിയുടെ കൂടെ നെഗറ്റീവ് എനർജി മാറ്റിത്തരാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരാം, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അയാളുടെ കൂടെ സ്വമേധ്യ പോയതുകൊണ്ടാണ് അയാളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചത്. ഈ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് അതെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരേ ഒരു തവണ മാത്രമല്ലേ പീഡിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വീണ്ടും ഈ സ്ത്രീ അയാളുടെ കൂടെ ഇവരുടെ ഇഷ്ടപ്രകാരം പോയതുകൊണ്ടാണ് രണ്ടുപേരും ഇഷ്ടപ്രകാരം അങ്ങ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിനൊരിക്കലും പീഡനമായിട്ട് കൂട്ടാനായിട്ട് സാധിക്കത്തില്ല. രണ്ടുപേരുടെ ഭാഗത്തും ഒരേ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഭർത്താവിൻ്റെ കാര്യം പറയുകയാണ്. ഭർത്താവ് ഒരു വീഡിയോ എടുത്തിട്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് തെളിവായിട്ട് അയാൾ ശേഖരിച്ച് വെച്ചതായിരിക്കാം. കാരണം ഈ പറയപ്പെടുന്ന ഈ പരാതി കൊടുത്ത ആ സ്ത്രീയും അവരുടെ കാമുകനായിട്ടുള്ള അശോക് ഭാരതി എന്ന് പറയുന്ന പൂജാരിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്കും ഇത് ഭർത്താവ് വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അത് തെളിവ് മാത്രമാണ്. ഇനി ഭർത്താവായിട്ടുള്ള വ്യക്തി സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. എന്തായാലും പോലീസ് പരാതി സ്വീകരിച്ചു. കാരണം ആരായാലും സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ട് പോകുമ്പോഴത്തേക്കും അത് അന്വേഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ പോലീസ് അന്വേഷിച്ച ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ പരാതി കൊടുത്ത ആ സ്ത്രീ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ഗൂഗിളിലോ അല്ലാന്നുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലോ അവൈലബിൾ അല്ല. അതുകൊണ്ട് ആ സ്ത്രീയുടെ ഫോട്ടോസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പേര് താൽക്കാലികമായിട്ട് അഞ്ജലി എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഇവരുടെ ഭർത്താവിൻ്റെ പേരും അവൈലബിൾ അല്ല. അതുകൊണ്ട് വിഷ്ണു എന്ന് ഒരു താൽക്കാലികമായിട്ട് ഭർത്താവിൻ്റെ പേര് കൂടെ ഞാൻ പറയുകയാണ്. അശോക ഭാരതി എന്ന് പറയുന്ന പൂജാരിയുടെ പേര് അത് കൃത്യം തന്നെയാണ്. അയാളുടെ യഥാർത്ഥ പേര് അശോക ഭാരതി എന്ന് തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. 2023 അഞ്ജലിയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം നടക്കുന്നത്. ഇതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു. വിവാഹം നടക്കുന്ന സമയത്ത് അഞ്ജലിക്ക് 25 വയസ്സാണ് പ്രായം, വിഷ്ണുവിന് 28 വയസ്സ്. ഇപ്പോൾ വിഷ്ണുവിന് 30 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അറേഞ്ച് മാരേജ് ആയപ്പോൾ തന്നെ വിഷ്ണു സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് വരികയാണ്. തരക്കേടില്ലാത്ത ഒരു കുടുംബമാണ്.
ഈ അഞ്ജലിക്ക് പറയത്തക്ക വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, ഒരു സാധാരണ കുടുംബമാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ഈ വിഷ്ണു പറഞ്ഞ സ്ത്രീധനം എന്താണോ അത് തരാമെന്ന് അഞ്ജലിയുടെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ ആ ദിവസം തരാമെന്നാണ് ഒരു വാക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ വിവാഹ ദിവസം സ്ത്രീധനം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. സ്വർണവും പണവും ഒക്കെ തീരെ കൊടുത്തില്ല എന്നുള്ളതല്ല, കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അവർ ഒരു മാസത്തെ അവധി കൂടെ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ്. വിഷ്ണു ഏറ്റവും ആദ്യം അതിനെ എതിർത്തു. പക്ഷേ വിവാഹ ദിവസമാണ്, അതുകൊണ്ട് ഒരു മാസത്തെ അവധി അയാൾ സമ്മതിക്കുകയാണ്. വിവാഹം എല്ലാം കഴിഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏതാണ്ട് 2 ആഴ്ച മുന്നോട്ട് പോയി. അഞ്ജലിക്ക് വിഷ്ണുവിൻ്റെ വീട്ടിൽ ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് അഞ്ജലിയോട് സ്ത്രീധനത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. തരാമെന്ന് അഞ്ജലി പറയുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജലിയുടെ വീട്ടിലേക്ക് വിഷ്ണു ചെല്ലുകയാണ്. 1 മാസമാണല്ലോ അവധി പറഞ്ഞിരുന്നത്, അതുകൊണ്ട് എപ്പോൾ ആ പണം തനിക്ക് കിട്ടുമെന്നാണ് വിഷ്ണു ചോദിച്ചത്. പക്ഷേ അഞ്ജലിയുടെ വീട്ടുകാർക്ക് ആ പണം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അല്ലെങ്കിൽ ഇനി 2 ആഴ്ച, ഓൾറെഡി 2 ആഴ്ച കഴിഞ്ഞു, ഇനി വരുന്ന 2 ആഴ്ച കൊണ്ട് ആ പണം തങ്ങൾക്ക്, പണവും സ്വർണവും തങ്ങൾക്ക് ശരിപ്പെടുത്താൻ സാധിക്കില്ല എന്നവർ ഓപ്പൺ ആയിട്ട് തന്നെ വിഷ്ണുവിനോട് പറയുകയാണ്. കുറച്ചുകൂടെ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വിഷ്ണു അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓൾറെഡി നിങ്ങൾ ഒരു തവണ വാക്ക് മാറ്റി പറഞ്ഞു, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ഭാര്യയായിട്ടുള്ള അഞ്ജലിയെ അയാൾ കൂട്ടിക്കൊണ്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അഞ്ജലി എടുത്ത് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് വഴക്കിടാനും തല്ലാനും ശാരീരികമായിട്ട് ഉപദ്രവിക്കാനും തുടങ്ങിയാണ്. അഞ്ജലിക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഞ്ജലിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോരാമായിരുന്നു. പക്ഷേ അഞ്ജലി അത് ചെയ്തില്ല. എല്ലാം സഹിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. അഞ്ജലിയുടെ വീട്ടുകാരുടെ ഈ കാര്യം പറയുകയുണ്ടായി. അവർ പറഞ്ഞത്, നമ്മൾ സ്ത്രീധനം കൊടുക്കാത്തതുകൊണ്ടാണല്ലോ വിഷ്ണു ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് എല്ലാം സഹിച്ച് നീ ഇവിടെ നിൽക്കുക, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാകും എന്ന് പറയുകയാണ്. അങ്ങനെ 2 വർഷങ്ങൾ കടന്നു പോവുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ സ്വഭാവത്തിൽ പറയത്തക്ക മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഒട്ടുമിക്ക ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുകയും ഭാര്യയെ ലൈംഗികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിക്കും. ഇപ്പോൾ വിഷ്ണുവിന് അയാളുടെ ഫിസിക്കൽ നീഡ് വരുന്ന സമയത്ത് ഭാര്യയെ ആ രീതിയിൽ മാത്രം ഉപയോഗിക്കും. എന്നിട്ടൊരു യൂസ് ആൻഡ് ത്രോ പോലെ അങ്ങ് എടുത്ത് കറിവേപ്പില പോലെ മാറ്റിക്കളയുന്ന അവസ്ഥയായിരുന്നു. അഞ്ജലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിയുടെ വീട്ടുകാർ പിന്നീട് പറയാൻ തുടങ്ങിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരും, അതുകൊണ്ട് നിങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു പറയുകയാണ്. അപ്പോൾ അഞ്ജലി ഈ 2 വർഷക്കാലം അവരൊരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊന്നും ആയിട്ടില്ല. അഞ്ജലിക്ക് മനസ്സിലായി 2 പേരിൽ ഒരാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് 2 പേരും കൂടി ഡോക്ടറിനെ കാണാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് പറയുകയാണ്. പക്ഷേ വിഷ്ണു അതിനെ സമ്മതിച്ചില്ല. വിഷ്ണു പറഞ്ഞത്, എനിക്ക് ശാരീരികമായിട്ടൊരു പ്രശ്നവുമില്ല, നിനക്കായിരിക്കാം പ്രശ്നം, അതുകൊണ്ട് നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, ഒരു ഡോക്ടറിനെ പോയി കാണുക, എനിക്ക് വരാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജലിയുടെ ആ ഒരു വഴിയും കൂടെ അടയുകയാണ്. അഞ്ജലിക്ക് എങ്ങനെയെങ്കിലും ഈ കുടുംബ പ്രശ്നം തീരണം, തനിക്കൊരു കുട്ടിയാവണം, ഭർത്താവ് നേരെയാവണം, എന്തെങ്കിലും പണം കൊടുക്കാനായിട്ട്, സ്ഥിരം കൊടുക്കാനായിട്ട് അവർക്ക് എന്തായാലും നിവൃത്തിയൊന്നുമില്ല. ഈ അഞ്ജലി അത്യാവശ്യം നല്ല ഭക്തയാണ്, അതുകൊണ്ട് സ്ഥിരമായിട്ട് അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അഞ്ജലി എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അഞ്ജലിയുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ആ അമ്പലത്തിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു പൂജാരി ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പൂജാരി എടുത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും പൂജാരി എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും പ്രശ്നങ്ങളെല്ലാം തന്നെ പറയും. അങ്ങനെ അഞ്ജലിയുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, കുട്ടിയുടെ കാര്യം, ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്ന് സംസാരിക്കുകയാണ്. ഈ പൂജാരിയുടെ പേരാണ് അശോക് ഭാരതി. അശോക് ഭാരതിക്ക് 33 വയസ്സ് പ്രായമുണ്ട്. അയാൾക്ക് ഓൾറെഡി ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കേട്ടപ്പോഴത്തേക്കും അയാൾ സ്വാഭാവികമായിട്ട് ഏതൊരു പൂജാരിയും ശാന്തിയും പറയുന്നത് പോലെ എല്ലാം പരിഹരിക്കാൻ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, സ്ഥിരമായിട്ട് അമ്പലത്തിലേക്ക് വരിക, കുറച്ച് വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുക എന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ഈ അശോക് ഭാരതി എന്തൊക്കെ വഴിപാടുകളാണ് പറയുന്നത് അതെല്ലാം തന്നെ അഞ്ജലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പതിയെ ഈ അശോക് ഭാരതിയായിട്ട് അഞ്ജലിക്ക് ഒരു അടുപ്പം ഉണ്ടാവുകയാണ്. കാരണം പൂജാരിയാണ്, ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള അടുപ്പമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അശോക് ഭാരതിക്ക് അങ്ങനെ ആയിരുന്നില്ല. അഞ്ജലി കാണാനായിട്ട് സുന്ദരിയാണ്. അപ്പോൾ വേറൊരു ഇഷ്ടമാണ്, അഞ്ജലി എങ്ങനെയെങ്കിലും ശാരീരികമായിട്ട് ഉപയോഗിക്കുക എന്നൊരു ഇഷ്ടം മാത്രമാണ് അയാളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഭർത്താവായിട്ട് പ്രശ്നമുണ്ട്, കുട്ടികൾ ഉണ്ടാവുന്നില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾക്ക് ഈ ഒരു സ്ത്രീയുമായിട്ട് എടുക്കാനായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും അവിടെ ഉണ്ട് താനും. അശോക് ഭാരതി പല പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ അഞ്ജലിയോട് പറയുകയുണ്ടായി. അഞ്ജലി അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫലങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ അഞ്ജലി അശോക് ഭാരതി അടുത്ത് പറയുകയാണ്, ഞാൻ ഒരുപാട് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തു, പക്ഷേ എനിക്ക് ഒരു ഫലമൊന്നും ഉണ്ടാവുന്നില്ല, ഭർത്താവിന് മാറ്റങ്ങളില്ല, കുട്ടികളുണ്ടാവുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ തീരുന്നില്ല. അപ്പോൾ അശോക് ഭാരതി പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട്. മേ ബി ഭർത്താവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഈ നെഗറ്റീവ് എനർജി പോയെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഏൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ നെഗറ്റീവ് എനർജി മാറ്റണം എന്ന് പറയുകയാണ്. അപ്പോൾ ഓൾറെഡി അഞ്ജലി അശോക് ഭാരതി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ ഈ നെഗറ്റീവ് എനർജി മാറുമെന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞത്, ഒരു മാലയുണ്ട്, ആ മാല നിങ്ങളുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി എല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടത്തിത്തരും എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മാല നിങ്ങളുടെ കഴുത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിലല്ല, കുറച്ച് അകലെയുള്ള ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. ആ മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഒരു പൂജ ചെയ്യണം. ആ പൂജ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ആ മാല ഇടാനായിട്ട്.
അപ്പോൾ അഞ്ജലി പറയുകയാണ് ഞാൻ ആ പൂജ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ജലിയുടെ കയ്യിൽ പണമൊന്നുമില്ല, കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ പൂജയും വഴിപാടെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ അശോക് ഭാരതി പറയുകയാണ് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാം, ഞാനും കൂടെ വരാം. അങ്ങനെ അഞ്ജലി സമ്മതിക്കുകയും ചെയ്തു. കാരണം അഞ്ജലിക്ക് ഇയാളെ പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ ഒരു ദിവസം അഞ്ജലി വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോകും, ഇന്ന് എനിക്ക് അവിടെ ഒരു പൂജയും വഴിപാടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് താമസിച്ച് മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ. അങ്ങനെ പറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 12 മണി സമയത്ത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ 12 മണി സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമ്പലത്തിലെ ഉച്ചപൂജയൊക്കെ തീരണമല്ലോ. അപ്പോൾ ഇയാൾ ഈ അശോക് ഭാരതി കൂടെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പൂജയെല്ലാം തന്നെ ഉച്ചപൂജയെല്ലാം കഴിഞ്ഞാലല്ലേ അയാൾക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ അയാൾ പൂജയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയാണ്. ഇയാൾ മനഃപൂർവ്വം ഈ ഒരു സമയം വെച്ചതാണ്. കാരണം ഇവിടുന്ന് ഈ പറയപ്പെടുന്ന വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് മുരുകൻ്റെ ആ കുറച്ച് അകലെയുള്ള അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ ഇനി നട തുറക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയമാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവരവിടേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ആ മുരുകൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട് ഈ അമ്പലത്തിൽ നിന്ന്. ബസ്സിലാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയത്. അങ്ങനെ ആ അമ്പലത്തിലേക്ക് എത്തുകയാണ്. ആ അമ്പലത്തിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നട തുറന്നിട്ടില്ല, വൈകുന്നേര സമയം ആയിട്ടില്ല, ഇനി വൈകിട്ടിലെ നട തുറക്കത്തുള്ളൂ. അപ്പോൾ ഇയാൾ പറയുകയാണ് നട തുറക്കാനായിട്ട് ഇനിയും കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് ചെയ്യാം. ഇവിടെ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട്, ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അവിടെ ബന്ധു വീടായതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അഞ്ജലി ഏറ്റവും ആദ്യം അതിന് വിസമ്മതിച്ചു. കാരണം പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഒരു വീട്ടിൽ ഇയാളായിട്ട് പോകണ്ടെന്ന് ഓർത്താണ്. പക്ഷേ അശോക് ഭാരതി വീണ്ടും വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് അയാൾ ആ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീട് അടഞ്ഞു കിടക്കുകയാണ്, ലോക്ക്ഡൗൺ, അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ അഞ്ജലി പറഞ്ഞു ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അശോക് ഭാരതി പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഓപ്പൺ ചെയ്യുകയാണ്, വീട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അഞ്ജലിക്ക് തോന്നി ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നേ. ഇയാൾ പറയുകയാണ് ഇവിടുത്തെ ബന്ധുക്കളെല്ലാം കൂടെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നു പോയതാണ്, അവർ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. സത്യത്തിൽ ഇത് ബന്ധുവിന് വീടൊന്നുമല്ല, ഇയാൾക്കൊരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. ആ ഹോം സ്റ്റേയുടെ സ്ഥലമാണ് ഇയാൾ അഞ്ജലിയും കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ താക്കോൽ ഇയാളുടെ തന്നെ ഉണ്ടാവും. അന്ന് ഇയാൾ ആ ദിവസം വിസിറ്റേഴ്സിനൊന്നും തന്നെ അവിടെ അലോ ചെയ്തില്ല, അതുകൊണ്ടാണ് താക്കോല് പൂട്ടികളുടെ കൈവശം ഉണ്ടായിരുന്നതും അവിടെ വേറെ ആൾക്കാരും തന്നെ ഇല്ലാഞ്ഞതും. അങ്ങനെ ഇവർ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ഇയാൾ അഞ്ജലിയോട് പറഞ്ഞു ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, എന്തായാലും വൈകുന്നേരം വലിയ അമ്പലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് കൂടെ പറയുകയാണ്. അഞ്ജലി അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ ഫ്രഷ് ആയിട്ടൊക്കെ വരികയാണ്. ഈ ഫ്രഷ് ആയിട്ട് വന്ന സമയത്ത് അത്രയും നാളും അശോക് ഭാരതി എങ്ങനെയാണോ അഞ്ജലിയോട് ബിഹേവ് ചെയ്തിരുന്നത് അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറുകയാണ്. അത്രയും നേരവും വീട്ടുകാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അമ്പലത്തിലെ കാര്യങ്ങൾ പറയുക, പൂജാകർമ്മങ്ങൾ പറയുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒരു ലൈംഗിക ബന്ധത്തിൽ താല്പര്യമുണ്ടെന്ന് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. അയാൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തുള്ള എല്ലാ നെഗറ്റീവ് എനർജി മാറണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുകയും നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി വരുമെന്നൊക്കെ പറയുകയാണ്. അഞ്ജലി അതിന് സമ്മതിച്ചില്ല, എതിർത്തു നിന്നു. പക്ഷേ ഇയാൾ വീണ്ടും വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ അഞ്ജലി അതിന് സമ്മതിക്കുകയാണ്. ഇരുവർക്കും ഇടയിൽ ലൈംഗിക ബന്ധം ഉണ്ടാവുകയാണ്. അതിനുശേഷം ഒരു ആ അമ്പലത്തിൽ പോയി ഒരു മാലയ്ക്ക് ഇയാൾ കഴുത്തിൽ ഇട്ട് കൊടുത്തു. പിന്നീട് സ്ഥിരമായിട്ട് ഇയാൾ ഈ അമ്പലത്തിലേക്ക് അഞ്ജലി വിളിക്കാനായിട്ട് തുടങ്ങി അശോക് ഭാരതി. അഞ്ജലി അതിന് സമ്മതിക്കുകയും ചെയ്തു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അഞ്ജലി അതിന് സമ്മതിക്കുകയാണ്. അഞ്ജലിയെ മനസ്സിലായി ഇത് പ്രത്യേകിച്ച് ഒരു പൂജാകർമ്മമൊന്നുമല്ല, അയാൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഈ രീതിയിൽ പറഞ്ഞതിനെ പൂജയാക്കി മാറ്റുകയാണ്. അഞ്ജലി അത് മനസ്സിലാക്കിയിട്ടും വീണ്ടും അയാളുടെ കൂടെ പോവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇരുവർക്കും ഇടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായെന്ന് തന്നെ വേണം പറയാനായിട്ട്. പലതവണ അവിടെ പോവുകയും അമ്പലത്തിൻ്റെ പേരിൽ ആ ഒരു ഹോം സ്റ്റേ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് രണ്ടുപേരും കൂടെ പോകുന്നത്. എന്നിട്ട് ഇരുവർക്കും ഇടയിൽ ലൈംഗിക ബന്ധം ഉണ്ടാകുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇത് പലതവണ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ പല ആവർത്തി നടക്കുന്ന സമയത്ത് അഞ്ജലിയുടെ മനസ്സിൽ ഒരു ആഗ്രഹം വന്നു, തനിക്ക് കുട്ടികളില്ലല്ലോ, താൻ ഗർഭിണിയാവണം. അപ്പോൾ തൻ്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ വരുന്നില്ല, ഗർഭിണിയാകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അശോക് ഭാരതിയിൽ നിന്ന് താൻ ഗർഭം ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് പോലും അഞ്ജലി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ മുന്നോട്ട് പോയി. ഒടുവിൽ ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വിഷ്ണു ഒരു ഡൗട്ട് തോന്നുകയാണ്. കാരണം തൻ്റെ ഭാര്യ അമ്പലത്തിൽ പോകുന്നുണ്ട്. സാധാരണ ആദ്യ സമയങ്ങളിലൊക്കെ അമ്പലത്തിൽ രാവിലെ പോകും, കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി കഴിഞ്ഞാൽ രാവിലെ പോയാൽ വൈകിട്ട് മാത്രമാണ് തിരികെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇത് എവിടെ പോവുകയാണെന്ന് അറിയാനായിട്ട് ഇയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം അശോക് ഭാരതിയും അഞ്ജലിയും കൂടെ ഇവർ പറയപ്പെടുന്ന ആ അമ്പലത്തിലേക്ക്, ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോയ സമയത്ത് വിഷ്ണു ഫോളോ ചെയ്തു. വിഷ്ണു കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്കല്ല പോകുന്നത്, ബസ് കയറി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ ഫോളോ ചെയ്തവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അമ്പലത്തിലേക്കല്ല പോകുന്നത്, ഹോം സ്റ്റേ നടത്തുന്ന ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വീട്ടിൽ ഇയാൾ ഫോളോ ചെയ്ത് പോവുകയാണ്. ഈ ഫോളോ ചെയ്ത് രണ്ടുപേരും കൂടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇയാൾ പുറകെ പോകുന്നു. ഒരു ജനാല ഓപ്പൺ ആയിരുന്നു, ആ ജനാല ഓപ്പൺ ചെയ്ത് ഇയാൾ കാണുമ്പോഴത്തേക്കും ഇയാളുടെ കണ്ണിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. തൻ്റെ ഭാര്യയും ആ പൂജാരിയും കൂടെ കിടപ്പറ ദൃശ്യങ്ങളാണ് ഇയാൾ കാണുന്നത്. ഇയാൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, നേരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. മൊബൈൽ എടുത്തു അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തു. വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇയാൾ വാതിൽ പോയിട്ട് കൊട്ടുകയാണ്. അപ്പോൾ അശോക് ഭാരതിയാണ് വന്ന് വാതിൽ തുറന്നത്.
ഇയാൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു. അഞ്ജലി ആ വീട്ടിലുണ്ട്. ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്, വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ഏറ്റവും ആദ്യം കരുതിയത്, കാരണം ഇപ്പോൾ ലോകത്തുള്ള ഏതൊരു ഭർത്താവാണെങ്കിൽ ആ സമയത്ത് ഭാര്യയെ ചീത്ത വിളിക്കും, തെറി വിളിക്കും, ചിലപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് തന്നെ വരും. പക്ഷേ വിഷ്ണു അങ്ങനെയൊന്നുമല്ല ആ സമയത്ത് ചെയ്തത്. ഇയാൾ പറയുകയാണ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ അഞ്ജലിയുടെ വീട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ, അശോക് ഭാരതിയുടെ ഭാര്യയും മക്കളെയും കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ 10 ലക്ഷം രൂപ എനിക്ക് നൽകണം. 10 ലക്ഷം രൂപ നൽകിയാൽ മാത്രം പോലെ അഞ്ജലി കൊടുക്കാനുള്ള സ്ത്രീധനത്തിൻ്റെ ബാക്കിയുണ്ടല്ലോ, ആ ബാക്കി കൂടെ തരണമെന്ന് ഇയാൾ പറയുകയാണ്. എന്നിട്ട് അശോക് ഭാരതി ഇയാളുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്, അത്രയും പണമില്ല, സാമ്പത്തികമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇയാളത് കേട്ടില്ല, വിഷ്ണു അത് കേട്ടില്ല. ഭാര്യയെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭാര്യ ഒരുപാട് തല്ലുകയാണ്, അഞ്ജലി ഒരുപാട് തല്ലുകയാണ്, ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ അഞ്ജലിക്ക് ഇത് പുറത്ത് പറയാനായിട്ട് നിർവാഹമില്ല, കാരണം വീഡിയോ ഇയാളുടെ കയ്യിൽ നിൽക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് വിഷ്ണു അഞ്ജലിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങി, അശോക് ഭാരതിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി തുടങ്ങി, പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പണം നൽകാമെന്നൊക്കെ ആദ്യം പറഞ്ഞു, പക്ഷേ പണം നൽകാനായിട്ട് രണ്ടുപേരുടെ ഭാഗത്തും ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പണം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അഞ്ജലിക്ക് മനസ്സിലായി, താൻ ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവനത് ഭീഷണിയാവും. അശോക് ഭാരതി ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അഞ്ജലി വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പം അഞ്ജലിക്ക് മനസ്സിലായി, താൻ ഇനി ഒറ്റക്കാവും, തൻ്റെ കാമുകനും കൂടെ ഉണ്ടാവില്ല, ഭർത്താവും കൂടെ ഉണ്ടാവില്ല. അങ്ങനെയാണ് അഞ്ജലി ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുന്നതും പോലീസിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ പോലീസ് ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. സ്ത്രീധനം ചോദിച്ചുകൊണ്ടിരുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു, കാരണം ഒരിക്കലും സ്ത്രീധനം ചോദിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അശോക് ഭാരതി എന്ന് പറയുന്ന ആ പൂജാരി, അതൊരിക്കലും ലൈംഗിക പീഡനം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ അങ്ങനെ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. സ്വാഭാവികമായിട്ട് ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ രണ്ടുപേർക്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആ പൂജാരിയായിട്ടുള്ള വ്യക്തിക്ക് ഒരുപാട് നാളും ജയിലിൽ കിടക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ടായി. ഇവർ വിളിച്ച കോൾ ഡീറ്റെയിൽസ്, മെസ്സേജ് എല്ലാം തന്നെ പോലീസിന് കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ പോലും ഇതേപോലെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ സ്ത്രീയെ, ഈ അഞ്ജലി എന്ന് പറയുന്ന താൽക്കാലികമായിട്ട് നമ്മൾ അഞ്ജലി എന്ന് വിളിച്ച ആ ഒരു യുവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജാരിയുടെ വാക്ക് കേട്ടുകൊണ്ട് അയാൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. പിന്നെ ഭർത്താവിൻ്റെ കാര്യം, ഒരു ഭർത്താവ് സ്ത്രീധനം ചോദിക്കുന്ന സമയത്ത് അപ്പം തന്നെ അയാളെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ അയാൾ ഇത്ര ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗാർഹിക പീഡനത്തിൽ തുടക്കത്തിൽ തന്നെ പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് അടിമപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഭാര്യയും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഇനി ആ ഭർത്താവിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സ്ത്രീധനം ചോദിച്ചതാണ് അയാളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പിന്നെ ഭാര്യയുടെ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ തെറ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഭാര്യനെ ഭീഷണിപ്പെടുത്തുക, ഭാര്യയുടെ കാമുകനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അത് വെറും വൃത്തികെട്ട തരം താഴ്ന്ന പ്രവൃത്തിയാണ്. കാരണം അപ്പോൾ അയാൾ അതിനേക്കാൾ വലിയ മോശക്കാരനാകും. ഇപ്പോൾ 2 തല്ലി എന്ന് പറഞ്ഞാൽ പോലും ഭാര്യ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ഞാൻ പറയുന്നത് ഫിസിക്കലി ഒരാൾ ഉപദ്രവിക്കാമെന്നല്ല, പക്ഷേ തെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്താൽ പോലും അതിന് കുറച്ചുകൂടെ അന്തസ്സുണ്ട്. പക്ഷേ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുക എന്ന് പറയുന്നത് നെറുകെട്ട വൃത്തികെട്ട തരം താഴ്ന്ന പ്രവൃത്തി മാത്രമാണ്. അതുകൊണ്ട് ഈ ഭർത്താവിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തുമില്ല. എനിവേ എന്തായാലും ഈ കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ, സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിക്കുന്നുമുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. See you.